ഇന്നത്തെ കാലത്ത് പലരും സ്വത്വം അന്വേഷിക്കുന്നത് പിന്നിലേക്കാണ്. വംശാവലി, കുടുംബവൃക്ഷങ്ങൾ, രക്തരേഖകൾ അർഹത്വം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ദൈവവചനം പറയുന്നു, സ്വത്വം കണ്ടെത്തുന്നതല്ല, സ്വീകരിക്കപ്പെടുന്നതാണ്. രക്തത്തിലൂടെയല്ലേ, അനുസരണത്തിലൂടെയാണ്. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ വിക്ടർ എന്ന ഒരു റോമൻ പട്ടാളക്കാരൻ ഈ സത്യം മനസ്സിലാക്കി. ക്രിസ്ത്യാനികളെ കൊല്ലാൻ കൽപ്പന കിട്ടി. വാൾ ഉയർന്നു, പിന്നെ താഴ്ന്നു. നിന്റെ കുടുംബത്തെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ യഥാർത്ഥ കുടുംബത്തെ കണ്ടെത്തി. അവനെല്ലാം നഷ്ടപ്പെടുത്തി, എന്നാൽ നിത്യജീവൻ നേടി. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൃദയം. യേശു പഠിപ്പിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും എത്തുന്നു. അവൻ ഭ്രാന്തനായെന്നവർ കരുതുന്നു. ഇസ്രായേൽ കുടുംബം ജീവിതത്തിനായിരുന്നു അടിസ്ഥാനം. എന്നാൽ യേശു പറയുന്നു, ദൈവഹിതം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാണ്. രക്തമല്ല, അനുസരണം. ഇത് നിരസനമല്ല, പുനഃക്രമീകരണമാണ്. മറിയ പോലും വചനം കേട്ടും പാലിച്ചും കുടുംബമായി. വിശുദ്ധന്മാർ ഇതിന്റെ വില അറിഞ്ഞു. കുരിശിന്റെ യോഹന്നാൻ പറയുന്നു, നല്ല ബന്ധങ്ങൾ പോലും ദൈവത്തെ മറികടന്നാൽ അവ തടസ്സമാകും. അകൽച്ച സ്നേഹത്തെ കുറയ്ക്കുന്നില്ല, ശുദ്ധീകരിക്കുന്നു. ഒരു ജയിൽ ക്യാമ്പിൽ വികലാംഗനായ ഒരു ക്രിസ്ത്യാനി അപമാനത്തിനിടയിലും വിശ്വസ്തനായി. ബന്ധുക്കളെ നഷ്ടപ്പെടും.